അപർണയെയും കുഞ്ഞിനെയും തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് നിഖിലിനോട് സംസാരിക്കുന്ന സേവ്യർ. അപർണ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ എന്നും അവളും കുഞ്ഞും ഇവിടെ ഉണ്ടെങ്കിൽ തനിക്കവരെ ശ്രദ്ധിക്കാൻ പറ്റുമെന്നും സേവ്യറോട് മീനാക്ഷി. എല്ലാ കാര്യങ്ങളും നിഖിലിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോകുന്ന മീനാക്ഷി. സേവ്യർ മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങിയ വിവരം ഒരു അജ്ഞാതനെ ഫോണിൽ അറിയിക്കുന്നു. മീനാക്ഷി പിന്തുടരുന്ന അജ്ഞാതൻ. കുഞ്ഞിനെ മാമോദീസ മുക്കുന്ന കാര്യം അപർണയോട് സംസാരിക്കുന്ന സേവ്യർ. അവൾ അതിനെ എതിർക്കുന്നു. മീനാക്ഷിയുടെ അച്ഛനായ രവീന്ദ്രനാണ് അപർണയുടെയും അച്ഛനെന്ന് സേവ്യർ പറയുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന അപർണ. അപർണയുടെ ഈ മാറ്റം സേവ്യറിൽ ആശങ്കയുണ്ടാക്കുന്നു. മീനാക്ഷി കോളേജിൽ എത്തിയില്ല എന്ന വിവരം നിഖിലിന് കിട്ടുന്നു. അവിടേക്ക് വരുന്ന ശ്രീറാം ചന്ദ്രശേഖർ. അയാൾ സേവ്യറെ കാണുന്നു. തുടർന്ന് കാണുക. ഉപ്പാപ്പന് പ്രായത്തിലായി. എന്തിനാ സാറേ, കല്യാണാലോചനയ്ക്ക് വല്ലതുമാണോ? ഈ പ്രായത്തിലേ ഇനി അത്തരം ആഗ്രഹങ്ങളൊന്നുമില്ലേ? ഉപ്പാപ്പനൊരു കല്യാണം കഴിച്ച് ഒതുങ്ങിക്കൂടത്തില്ല എന്ന് എനിക്കറിയാം. അതിനായിരുന്നെങ്കിൽ എന്നേ ആവാമായിരുന്നു അല്ലേ? അതെങ്ങനെ ഇച്ചിരി കൂടി വഴിവിട്ട മോഹങ്ങളും പദ്ധതിയൊക്കെ അല്ലായിരുന്നോ പണ്ട് തൊട്ടേ? അതല്ലേ ഒരു കുരുക്കിലും ചെന്ന് തല വെച്ചു കൊടുക്കാത്തത്? ചെന്നുപെട്ടൊരു കുരുക്കിന്ന് തല ഊരിക്കൊണ്ടിഞ്ഞ് പോന്നതും. പക്ഷേ ഇനി 10-20 വർഷം അഴിക്കകത്ത് കിടക്കാനായി യോഗം. എന്തു ചെയ്യാം? കുഴപ്പമില്ല. തിരിച്ചു വന്നാലും നിങ്ങൾ വാടി ചുക്രിച്ചു പോകത്തൊന്നുമില്ല. തുരുമ്പെടുത്തു പോകുന്ന പേടിയും വേണ്ട. ഏതേലും ഒരുത്തന്റെ പള്ളക്ക് കയറ്റാനോ പണിയാനോ ഉള്ള കന്നം തിരിവ് നിങ്ങളുടെ ഉള്ളിൽ ബാക്കി കാണും. നിങ്ങളുടെ ഉള്ളിലെ ഈ ദുഷ്ട് അങ്ങനെ കുഴിച്ചിട്ടാലും കത്തിച്ചു കളഞ്ഞാലും ഒന്നും തീരത്തില്ല. അത് തീരണമെങ്കിൽ നിങ്ങൾ തീരണം. എനിക്കറിയാം. ചെന്നാട്ട്. നിഖിൽ മോനെ, ഞാൻ വിളിക്കാം. ഉപ്പാപ്പ ഇറങ്ങുന്നു. ആ നിഖിലേ, വാ. സുരേഷ് ഇവിടെ നിന്നാ മതി. ശരി സർ. ഞാൻ വരാം. ഓക്കെ സർ. വാ. എല്ലാം തിരക്കിന്റെ ഭാഗമാണല്ലോ. സാർ അങ്ങോട്ട് ഇരുന്നോളൂ, ഞാൻ അപ്പൂനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. പിന്നെ സാറിന് ചായ കുടിക്കുന്ന പതിവില്ലേ? ഇത്തവണ ഒരു ചായ കുടിക്കാം. ആ സുഗന്ധി, സാറിനൊരു ചായ. ആ സുഗന്ധി ചായ വേണ്ട. അപ്പൂനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നിഖിലായിട്ട് ഒരു ചായ ഉണ്ടാക്കി തന്നാ മതി. നിഖിൽ ചായ. ഓക്കെ. അല്ല സാറേ, കടി. കടിയാ വേണ്ട. ഓക്കെ. എന്താ മാം? മിസ്റ്റർ നിഖിൽ, മീനാക്ഷി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഇന്നും കൂടി വന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാം പക്ഷേ ഫോൺ കൂടി സ്വിച്ച് ഓഫ് ചെയ്തിട്ടാ പിന്നെ ഈസി ആണല്ലോ. ഇത് എന്ത് പറ്റി ആ കുട്ടിക്ക്? ഡോക്ടർ മീനാക്ഷി അവിടെ വന്നിട്ടുണ്ട്. അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രൈവർ അവിടെ തിരിച്ചു വരികയും ചെയ്തു. അവൾ അവിടെ തന്നെ ഉണ്ട് മാം. അവൾ മാഡത്തിനെ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്താ ആ കുട്ടിക്ക് നല്ലത്. അത് ഹലോ ഹലോ. ആരാ? മീനാക്ഷിയാണോ വിളിച്ചത്? അല്ല സർ, മീനാക്ഷി കോളേജിലേക്ക് പോയതാ. പക്ഷേ അവിടെ എത്തിയിട്ടില്ലാന്നു. HOD എപ്പോൾ വിളിച്ചേ? ചെന്നിട്ടില്ലാന്നോ? ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാ. ആ സുരേഷ്, എന്താ സാർ? മീനാക്ഷി രാവിലെ കോളേജിൽ എത്തിയിട്ട് മെസ്സേജ് അയച്ചു എന്നല്ലേ പറഞ്ഞത്? അതെ സാർ. പിന്നെ വിളിച്ചിരുന്നോ? പിന്നെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആണ് സാർ. പക്ഷേ അവള് ക്ലാസ്സിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ലോക്കൽ സ്റ്റേഷനിലെ സനലോ സുജിത്തോ ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ പറ. അറിയാലോ സീരിയസ്നെസ്. സാർ. പെട്ടെന്ന് വേണം. ശരി സാർ. കുറച്ചു നാളുകൊണ്ട് ശല്യം ഒന്ന് ഒഴിഞ്ഞിരുന്നതാ. വീണ്ടും വീണ്ടും മെനക്കേടായി നാവും അപ്പൂപ്പ ഓർക്കുന്നത് അല്ലേ? കുഞ്ഞിന്റെ കാര്യം നോക്കി ഇച്ചിരി റിലാക്സ് ആയി വിശ്രമിക്കേണ്ട സമയത്താ പഴയതൊക്കെ കുത്തിപ്പൊക്കാൻ വീണ്ടും ഇങ്ങനെ വലിഞ്ഞേറി വരുന്നത് അല്ലേ? എന്ത് ചെയ്യാം, ചെയ്തല്ലേ പറ്റൂ.
ഡ്യൂട്ടി ആയി പോയില്ലേ? എന്താ എന്താ സർ കാര്യം? ഇവിടെ നീക്ക്, ഇവിടെ വന്ന് നിൽക്കണം. കന്യാകുമാരിയും കാശ്മീരും, ആ പാട്ട് ഓർമ്മയുണ്ടോ? അപ്പൊ അതാണ് സംഭവം. കന്യാകുമാരി അവിടെ ഹോട്ടൽ സീസാൻഡിൽ നേഹാശേഖറിന്റെ കെയർ ഓഫിലാണ് അപ്പൊ റൂം ബുക്ക് ചെയ്തിരുന്നത് അല്ലേ? ഒരിക്കൽ. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാൻ അത് സാറിനോട് പറഞ്ഞതായിരുന്നല്ലോ. ഞാനും ജൂഡും ഞങ്ങൾ ഒരുമിച്ച്. ജൂഡും അപ്പു സൺസെറ്റ് കണ്ട് കടൽക്കാറ്റ് കൊണ്ട് ഒരു ഈവനിങ്, ഒരു നൈറ്റ്, പിന്നെ സൺറൈസ് അല്ലേ? അന്ന് അവിടെ ഉദിച്ചുയർന്ന സൂര്യനാണ് ഇപ്പോ ആ തൊട്ടിൽ കിടക്കുന്നത് അല്ലേ? അതല്ലേ അന്ന് SP ഓഫീസിൽ വെച്ച് അപ്പു എന്നോട് പറഞ്ഞ സത്യം? അതെ. എന്നാൽ അത് പൂർണ്ണമായും സത്യമാണോ? അത് മാത്രമാണോ സത്യം? എന്താ സർ? ആ കന്യാകുമാരി യാത്രയെപ്പറ്റി അപ്പു എന്നോട് പറയാത്തതും ഞങ്ങൾ അറിയാത്തതുമായ എന്തെങ്കിലും കാര്യം ഇനി ബാക്കിയുണ്ടോ? ഉണ്ടോ? ഇല്ല. സാറെന്താ അങ്ങനെ ചോദിച്ച? ഒന്ന് ആലോചിച്ച് നോക്ക്. വിട്ടുകളഞ്ഞതോ മറന്നു കളഞ്ഞതോ അങ്ങനെ എന്തേലും? ഇല്ല. അന്ന് ആ കന്യാകുമാരി യാത്രയുടെ കാര്യം ജൂഡിനും അപ്പൂനും അല്ലാതെ വേറെ ആർക്കൊക്കെ അറിയായിരുന്നു? വേറെ ആർക്കും അറിയില്ലായിരുന്നു. വേറെ ആരോടും ഞങ്ങള് പറഞ്ഞിരുന്നുമില്ല. പക്ഷേ ഈ റൂം ബുക്ക് ചെയ്യാൻ സഹായിച്ച നേഹ എന്ന സുഹൃത്തിനോട് 2 ദിവസം കഴിഞ്ഞപ്പോ അപ്പു യാതൊരു കാരണവുമില്ലാതെ വഴക്കിട്ടു. അതെന്തിനാ? അത് ഞാൻ ഏയ്, വഴക്കിട്ടില്ല എന്നാണ് അപ്പു പറയാൻ പോകുന്നെങ്കിൽ എനിക്കിപ്പോ സെറീനെ വിളിക്കേണ്ടി വരും. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് വിറ്റ്നസ് ചെയ്ത ജൂഡിന്റെ ഫ്രണ്ടിനെ അത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടിക്കണോ? അപ്പുനങ്ങ് സമ്മതിച്ചാ പോരെ? അത് പറ. അത് നേഹ ജൂഡിന് അയച്ച ഒരു വാട്സാപ്പ് മെസ്സേജിന്റെ പേരിലായിരുന്നു. എന്തു മെസ്സേജ്? അതെന്താണെന്ന് ഇപ്പൊ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ആ മെസ്സേജ് അതത്ര ശരിയല്ലായിരുന്നു. ശരിയല്ല എന്ന് പറഞ്ഞ ആർക്ക് ശരിയല്ലായിരുന്നു? ജൂഡിനോ, അതോ അപ്പൂനോ, അതോ നേഹയ്ക്കോ? ആ മെസ്സേജ് അത്ര ശരിയല്ലായിരുന്നു സർ. അവളുടെ ഉദ്ദേശം വേറെയായിരുന്നു. എനിക്ക് അങ്ങനെയപ്പോ തോന്നിയത്. അപ്പോ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരണം. എന്തു മെസ്സേജ്? എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല സർ. അത് കള്ളം, ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള എക്സ്പ്ലോസീവ് ഐറ്റമാണ് ആ മെസ്സേജ് എങ്കിൽ അതിന്റെ കണ്ടന്റ് എന്താണ്, സ്വഭാവം എന്താണെന്ന് അപ്പുന് ഓർമ്മയുണ്ട്. അപ്പു പറയാത്തതാണ്. അതേതോ ഒരു പാട്ടായിരുന്നു. പക്ഷെ ജൂഡിനവള് സ്വന്തം ശബ്ദത്തില് അത് ഹസ്കി വോയിസിൽ പാടി അയച്ചു കൊടുത്തു. അത് ആ പാട്ടിന്റെ മീനിങ്ങും അതിലെ വേർഡ്സും ഒക്കെ പ്രശ്നമായിരുന്നു. അതാണോ കാര്യം? അതെ. അല്ലാതെ വേറൊരു കാരണമില്ല? ഇല്ല. ഇങ്ങോട്ട് നോക്ക്, മുഖത്തേക്ക് നോക്ക്.
നിങ്ങളുടെ അന്നത്തെ കന്യാകുമാരി യാത്രയിൽ ജൂഡ് ഹാപ്പി ആയിരുന്നു ആയിരുന്നോ? അതെ. അനിഷ്ടകരമായതോ മറക്കേണ്ടതെന്ന് തോന്നിയതുമായ ഒന്നും ആ യാത്രയിൽ സംഭവിച്ചില്ല? ഇല്ല. 2014 ഒക്ടോബർ 27 രാവിലെ നിങ്ങൾ ഇവിടെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ജൂഡിന്റെ കാറിലാണ് യാത്ര തിരിച്ചത്, ശരിയല്ലേ? 28-ാം തീയതി വൈകുന്നേരം തിരിച്ചു വന്നു, അതല്ലേ സത്യം? അതെ. നിങ്ങൾ അവിടെ താമസിച്ചത് ഹോട്ടൽ സീ സാൻഡിൽ. അതെ. അവിടെ റെയ്ഡ് നടന്ന എത്ര മണിക്കാ? ഏത് റെയ്ഡാ സർ? ഒക്ടോബർ 27 രാത്രി കന്യാകുമാരിയിലെ ഹോട്ടൽ സീ സാൻഡിൽ ഒരു റെയ്ഡ് നടന്നിട്ടുണ്ടെങ്കിൽ, അവിടെ അപർണ മഹേന്ദ്രൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ, അപർണയുടെ കൂടെ അറസ്റ്റിലാവുക ജൂഡ് സേവർ ആയിരിക്കണം. അപർണ പറഞ്ഞതാണ് സത്യമെങ്കിൽ അതങ്ങനെയല്ലേ സംഭവിക്കുക, അല്ലേ? പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ വച്ചെന്ന അപർണയോടൊപ്പം കന്യാകുമാരി പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവിന്റെ പേര് ജൂഡ് സേവർ എന്നായിരുന്നില്ല. അവന്റെ പേര് അരവിന്ദ് നായർ. അവനൊരു ജേർണലിസം സ്റ്റുഡന്റാണ്. 2014 പ്രസ് ക്ലബിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത ബാച്ചാണ്. ദാറ്റ് മീൻസ് അയാൾ അപർണയുടെ സുഹൃത്താണ്, ക്ലാസ്മേറ്റ് ആണ്. അരവിന്ദ് നായർ ഇപ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവൻ വരട്ടെ, അവൻ പറയട്ടെ ഒക്ടോബർ 27 രാത്രി എന്താ സംഭവിച്ചതെന്ന്. സുരേഷ്, സർ. അവനെ കൊണ്ടുവാ. ശരി സർ. വാടാ, ഇറങ്ങണം അങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. ദേഹത്തൊന്നും പിടിക്കണ്ട, എനിക്കറിയാം. ആ നടക്ക്. വേഗം വാടാ. ഓ, ഇങ്ങോട്ട് മാറിയിക്ക്. അങ്ങോട്ട് നീ നീക്കടാ. ഇയാളെ അറിയോ? അറിയാം. എങ്ങനെ അറിയാം? ഫ്രണ്ട്സാണ്. പ്രസ് ക്ലബില് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. നീ വാ. നീ ഇവളുടെ അടുത്ത് നിൽക്കത്തുള്ളൂ. ഇങ്ങോട്ട് മാറിക്കടാ. ഇവനിപ്പോ എവിടെ വർക്ക് ചെയ്യുന്നറിയോ? അറിയാമോ? മാതൃരാജ്യം ചാനലിന്റെ റിപ്പോർട്ടറാണ്. അല്ലല്ലോ, 2 ആഴ്ച മുമ്പ് വരെ മാതൃരാജ്യമായിരുന്നു, ഇപ്പൊ വാർത്താ ചാനലല്ല. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അരവിന്ദും അപ്പും തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ട്? പ്രസ് ക്ലബില് കോഴ്സ് തുടങ്ങിയപ്പോൾ മുതലുള്ള പരിചയമാണ്. നല്ല അടുപ്പമായിരുന്നു? അടുപ്പം അത് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്താ ഈ നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ? എന്താ എന്റെ നിർവചനം? ഇക്കൂട്ടത്തിൽ സത്യം പറയുന്നത് ഇയാളാണ്, അപ്പു അല്ല. അരവിന്ദും അപ്പും തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ട്?
പ്രസ് ക്ലബില് കോഴ്സ് തുടങ്ങിയപ്പോൾ മുതലുള്ള പരിചയമാണ്. നല്ല അടുപ്പായിരുന്നു. അടുപ്പം അത് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്താ ഈ നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ എന്താ എന്റെ നിർവചനം? ജൂഡിനെ പറ്റി, ജൂഡുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ പറ്റി അറിയായിരുന്നോ അരവിന്ദന്? അറിയാമോ? അറിയാം. ഈ പറഞ്ഞ നല്ല സൗഹൃദത്തിനപ്പുറം നിങ്ങൾ തമ്മിൽ യാതൊരു അടുപ്പമില്ലായിരുന്നു? ഇല്ല. അപ്പൊ എങ്ങനെ ഈ റെയ്ഡില് അരവിന്ദന്റെ പേര് വന്നത്? സർ, അന്ന് ഞങ്ങൾ ഒരുമിച്ച് ജൂഡോയായിട്ട് കന്യാകുമാരിയിൽ പോയത്. പക്ഷെ ആ പോലീസ് റെയ്ഡ് വന്നപ്പോൾ ജൂഡ് അവിടെ ഇല്ലാതെ പോയി. ഒരു കാമുകനും കാമുകിയും വിവാഹത്തിന് മുമ്പ് ഒരു രാത്രി ഒരുമിച്ച് ചെലവഴിക്കാൻ യാത്ര ചെയ്യാന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഇന്നത്തെ ജനറേഷനിൽ വളരെ കോമൺ ആണ്. ഇന്ന് അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതിലെന്തോ കുഴപ്പമാണെന്ന് കൂട്ടിയാൽ മതി. പക്ഷെ അങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നല്ല ഫ്രണ്ടിനെ കൂട്ടുന്ന പതിവ് അതെനിക്കൊരു പുതിയ അറിവാ. സർ, അത് ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ തന്നെ കാരണം പ്രസ് ക്ലബിന്റെ കോഴ്സിന്റെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു ആർട്ടിക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആർട്ടിക്കിളോ? എന്താ ആർട്ടിക്കിൾ? അത് കന്യാകുമാരിയിലെ സുനാമി എഫക്റ്റഡ് വില്ലേജസിനെ കുറിച്ചായിരുന്നു. ആണോടോ? ആ, എന്നിട്ട് ആർട്ടിക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. നിങ്ങളുടെ ഈ യാത്രയെ പറ്റി വേറെ ആരും അറിഞ്ഞിട്ടില്ല? ഇല്ല. അരവിന്ദനും ജൂഡിനും എനിക്കും മാത്രമേ അറിയുള്ളായിരുന്നു. പക്ഷെ ഇവൻ പറയുന്നത് അങ്ങനെ അല്ലല്ലോ. ജൂഡിനെ അവിടെ ചെന്നപ്പോ വളരെ ആക്സിഡന്റലായിട്ട് കണ്ടെന്നാണല്ലോ, അല്ലടാ? അതെ സർ, അങ്ങനെ തന്നെയാ. അല്ല സർ, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാ പോയത്. നിങ്ങൾ ഇവിടുന്ന് ജൂഡിന്റെ വണ്ടിയിലാ പോയെന്നല്ലേ അപ്പു എന്നോട് പറഞ്ഞു? അതെ. അതായത് KL01 7607 കോളിസ് അതെ. ആണോ? അത് നിങ്ങൾ ജൂഡിന്റെ ഈ പറഞ്ഞ കോളിസിലാണോ അന്ന് കന്യാകുമാരി പോയത്? അല്ല സർ, എന്റെ കാറില, ഞാനും അപ്പവും കൂടി. ഏതാ വണ്ടി? സ്വിഫ്റ്റ് ഡിസൈർ. എന്താ അപ്പു, ഇയാള് പറഞ്ഞാണോ സത്യം? അത് അരവിന്ദന്റെ കാറിലാ പോയത്. പക്ഷെ ഞാനും ജൂഡും അരവിന്ദും ഒരുമിച്ചാ പോയത്. ജൂഡുണ്ടായിരുന്നു. അപ്പോ ഇക്കൂട്ടത്തിൽ സത്യം പറയുന്നത് ഇയാളാണ്, അപ്പു അല്ല. അത് സർ, ഞാൻ അരവിന്ദനെ ഇതിലൊന്ന് ഇൻവോൾവ് ആക്കാതിരിക്കാൻ വേണ്ടി. എന്താ? ഞാൻ അരവിന്ദനെ അരവിന്ദനെ ഇതിലൊന്ന് ഇൻവോൾവ് ആക്കാതിരിക്കാൻ വേണ്ടി, അതുകൊണ്ടാ ഞാനൊന്ന് പറയാതിരുന്നത്. അരവിന്ദനെ ഇൻവോൾവ് ആക്കാതിരിക്കാനോ അതോ അപ്പുവിന് രക്ഷപ്പെടാനോ? അവൻ വേറെ ഏതോ ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മീറ്റ് ചെയ്തേ ഉള്ളൂ. അവൻ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ വന്നിട്ടേ ഇല്ല സർ. അരവിന്ദനെ ഇതിലൊന്ന് ഇൻവോൾവ് ആക്കാതിരിക്കാൻ വേണ്ടി, അതുകൊണ്ടാ ഞാനൊന്ന് പറയാതിരുന്നത്. അരവിന്ദനെ ഇൻവോൾവ് ആക്കാതിരിക്കാനോ അതോ അപ്പുവിന് രക്ഷപ്പെടാനോ? അയ്യോ, എന്താ സർ? 2 ജേർണലിസം സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് കന്യാകുമാരി വരെ ഒരു യാത്ര പോയാൽ അതൊരു വലിയ മഹാ അപരാധമൊന്നുമില്ല. പക്ഷേ അത് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര രഹസ്യമായി ഒളിപ്പിച്ചു വയ്ക്കണമെങ്കിൽ അതിൽ അപ്പു പുറത്തറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തോ ചിലതുണ്ട്. സർ, അത് അമ്മ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഈ യാത്രയുടെ കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. പിന്നെ ജൂഡ് കൂടെ വരുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അതാരും അറിയരുതെന്ന് ആഗ്രഹിച്ചു.
അപ്പോൾ നിങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് പോകുന്നു. റെയ്ഡ് നടന്നപ്പോൾ കൃത്യസമയത്ത് ഹോട്ടൽ സീ സാൻഡിലെ 106 നമ്പർ മുറിയിൽ അപ്പുവിനോടൊപ്പം ജൂഡില്ലായിരുന്നു. കൂട്ടുവന്ന ഈ നല്ല കൂട്ടുകാരൻ അരവിന്ദ് നായരായിരുന്നു. സർ, പക്ഷെ ജൂഡ് ഒരു പഴയ മ്യൂസിക് ടീച്ചറെ കാണാൻ ആ ടൈമിൽ പോയതാ. മ്യൂസിക് ടീച്ചർ അതെ. കന്യാകുമാരിയിലോ? എന്തായാലും പേര്? പേരെനിക്ക് ഓർമ്മയില്ല. തമിഴ്നാട്ടുകാരനാ, അവിടെ സെറ്റിൽഡാ. പക്ഷേ പേര് ഓർമ്മയില്ല. ഇല്ല. എവിടെയാ ടീച്ചറുടെ വീടെന്നെങ്കിലും? അറിയില്ല സർ. ബെസ്റ്റ്. ആണോ അരവിന്ദ്? ജൂഡ് മ്യൂസിക് ടീച്ചറെ കാണാൻ പോയെന്നാണല്ലോ അപ്പു പറയുന്നത്. പക്ഷേ അരവിന്ദ് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. സർ, ജൂഡിന്റെ പ്ലാൻസ് എന്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവൻ വേറെ ഏതോ ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മീറ്റ് ചെയ്തേ ഉള്ളൂ. അവൻ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ വന്നിട്ടേ ഇല്ല സർ. സർ, ഇവൻ ഈ പറയുന്നൊക്കെ കള്ളമാണ്. അരവിന്ദ്, നീ എന്തൊക്കെ പറയുന്നേ? മ്യൂസിക് ടീച്ചറെ കാണാൻ അങ്ങനെയല്ലേ ജൂഡ് പറഞ്ഞത്? നമ്മൾ ഒരുമിച്ചിരുന്നപ്പോഴല്ലേ പറഞ്ഞത്? നമ്മൾ ഒരുമിച്ച് റൂമിലിരുന്നപ്പോഴല്ലേ? സർ, ഇവൻ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഇവൻ എന്തോ പ്ലാനിങ് ഉണ്ട്. പറഞ്ഞ് ചതിക്കുകയാണ് സർ. ഞാനും ജൂഡ് ഒരുമിച്ചായി ഇവിടുന്ന് പോയത്. അവിടെ വെച്ച് ഇവൻ ജൂഡിനെ ആക്സിഡന്റിലായി കണ്ടു എന്ന് പറയുന്നത് കള്ളവാ. പച്ചക്കള്ളം. അപ്പോ ഒരുപാട് ടെൻഷൻ അടിക്കാതെ, ഇങ്ങനെ ഒച്ചയെടുക്കാതെ. ഒരുപാട് ചാൻസ് കിടക്കുകയല്ലേ സുരേഷ്? സർ, ഈ സൈൻ ആരുടേതാ? അതെ സർ. ഇതോ?